ഹായ് ഫ്രണ്ട്സ്, KPS വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് കുഞ്ഞിമത്തിയായിട്ടാണ്. ഇടക്കാട് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല അടിപൊളി കുഞ്ഞിമത്തി കിട്ടി. കുഞ്ഞിമത്തിൻ്റെ ചാകര കണ്ട് അപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് കുഞ്ഞിമത്തി വാങ്ങി. അപ്പം അതിനെ നമുക്ക് നല്ല ഡീസൻ്റായിട്ട് മുളകിട്ടിട്ട് നല്ല അടിപൊളി കറി വെക്കണം. മുളകിട്ട് വറ്റിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിരിക്കും. കുറച്ച് കാന്താരി കൂടി ഉണ്ടെങ്കിൽ ഇത് പറയണ്ട. അപ്പം നല്ല സൂപ്പറായിട്ട് നമുക്ക് ഇതിനെ കൊണ്ട് നല്ല അടിപൊളി കറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ മുറിക്കാൻ വേണ്ടി പോകാം. ഇത് മുറിച്ച് കിട്ടാനാണ് പാട്, വേറെ പ്രശ്നമൊന്നുമില്ല. വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, സൂപ്പറായിരിക്കും, പെട്ടെന്ന് തന്നെ തീരുകയും ചെയ്യും. അപ്പോൾ അതിന് മുമ്പേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പെട്ടെന്ന് കയറിയിട്ട് ലൈക്ക് ചെയ്യുക. അതിനുശേഷം സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ മുന്നോട്ട് പോകാനുള്ള നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാം. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, മത്തിയെല്ലാം ഇനി മുറിച്ചെടുക്കണോ. അതിൻ്റെ പുറമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ മത്തി കണ്ടപ്പോൾ തന്നെ നല്ല കറിവേപ്പില കണ്ട്. നമുക്ക് മസ്റ്റായിട്ട് കറിവേപ്പില ടേസ്റ്റാണ് വേണ്ടത്. അപ്പോൾ കറിവേപ്പില കണ്ടപ്പോൾ ഞാൻ എടുത്ത് ഫസ്റ്റ് തന്നെ കറിവേപ്പില മേടിച്ചു. എൻ്റെ കൈയുടെ കറിവേപ്പിലിൻ്റെ മരമൊക്കെ മോശമായിട്ടുള്ളത് ഇപ്പോൾ. അപ്പോൾ കറിവേപ്പില മേടിച്ച് തക്കാളിയും ആവശ്യത്തിന് തക്കാളി എടുക്കണം, പിന്നെ പച്ചമുളക്, പിന്നെ ഒരു ഉള്ളി, അതായത് ഒരു ഉള്ളി വേണ്ട, പകുതി മതി, അതും കട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് അരിയണം. പിന്നെ നമുക്ക് കാന്താരി നമ്മളെ ഫേവറേറ്റ് സാധനം ഇടുന്നുണ്ട്. അതിപ്പോൾ എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് ഈ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാന്താരി ഉടച്ചിട്ട് അതിനകത്ത് ചേർത്ത് കഴിഞ്ഞാൽ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഇത് നല്ല എരിവുള്ള കാന്താരിയാണ്. നമുക്കത് കടിച്ചു തിന്നുമ്പോൾ തന്നെ തോന്നും നല്ല എരിവുള്ള കാന്താരിയാണിത്. നല്ല വലിപ്പവും ഉണ്ട് കാന്താരി, കണ്ടില്ലേ, നല്ല സൂപ്പർ കാന്താരിയും ഉണ്ട്. പിന്നെ പച്ചമുളകും ഉള്ളിയൊക്കെ മുറിച്ചിട്ട് കാച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഈ മത്തി വെച്ചാൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഈ മത്തി ചിലപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന മത്തി എന്തോ പോലത്തെ ഒരുമാതിരി കൊല കയ്യ പോലത്തെ മത്തിയായിരിക്കും. അപ്പം എന്ന് പറഞ്ഞാൽ ഇതങ്ങനത്തെ അല്ല, ഇത് നല്ല സൂപ്പർ ടേസ്റ്റുള്ള മത്തിയാണ്. ഞാൻ ഇതിനു മുമ്പേ വാങ്ങിച്ചിട്ട് കണ്ടുകൊണ്ടാണ് പിന്നെ അതിനായിട്ട് വന്നിട്ട് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പം ഇനി ഇത് മുറിച്ചിട്ടെടുക്കേണ്ടതാണ് പാട്. അപ്പം ഇത് നീ മുറിച്ചിട്ട് ആവശ്യമുള്ള മത്തി മാത്രം എടുത്തിട്ട് നമുക്ക് അടിപൊളിയായിട്ട് മുളകിട്ട് ഉണ്ടാക്കാം. ഓക്കെ, അപ്പം ഞാൻ മത്തി ക്ലീൻ ആക്കിയിട്ട് ഇതാ വൃത്തിയാക്കിയിട്ട് ഇത്ര മത്തി കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ, ഇത്ര മത്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പച്ചമുളക് മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്, ഇഞ്ചി ആവശ്യത്തിന് ചതച്ച് വെച്ചിട്ടുണ്ട്, തക്കാളി ഉണ്ട് മുറിച്ച് വെച്ചിട്ട്, 2 തക്കാളിയാണ് എടുത്തത്, 2 തക്കാളി ഉണ്ട്. പിന്നെ ഒരു മുറി ഉള്ളിയാണ് എടുത്തിട്ടുള്ളൂ, ഒരു മുറി ഉള്ളിയും മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളെ മത്തി മുറിച്ചിട്ട് ഇത്രയാണ് കിട്ടിയത്. കാരണം വെച്ചാൽ മുറിക്കുമ്പോഴത്തേക്ക് തലയെല്ലാം പോകുമ്പോഴത്തേക്ക് പിന്നെ അത്രയും ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ഇത്ര മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അത് പാകം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വിശദമായിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഞാൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് കത്തിച്ചിട്ട് നല്ലൊരു വീതിയുള്ള വായുവട്ടമുള്ള ഒരു കടായി വെച്ചിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു പാത്രം വെച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. കാരണം എന്ന് പറഞ്ഞാൽ ചെറിയൊരു പാത്രം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കുടുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ വീതിയുള്ള പാത്രമാകുമ്പോൾ നമുക്ക് അതിൽ നിന്ന് പിന്നെ കുറച്ച് വീതി സ്ഥലത്ത് നല്ല രീതിയിൽ വെന്ത് കിട്ടുകയും ചെയ്യും, നല്ല മത്തി അടിയാണ്ട് കിട്ടുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ കടായി വെച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് ഫസ്റ്റ് ടൈം എന്താ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. കടായി ചൂടായി വരുന്ന സമയത്ത് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓവറാക്കി ഒഴിക്കേണ്ട, ആവശ്യത്തിന് കുറച്ച് മാത്രമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിന് ശേഷം എന്ന് പറഞ്ഞാൽ കടായി ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇട്ട് കൊടുക്കേണ്ടത് കടുവാണ്. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ലേശം ഉലുവ ഇടും. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഞാൻ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. കാര്യം എന്ന് പറഞ്ഞാൽ ഉലുവ ഞാൻ ചേർക്കുന്നത് മത്തി ആയതുകൊണ്ടാണ്. ഉലുവൻ്റെ കയ്പ്പ് ചിലവർക്കൊന്നും ഇഷ്ടപ്പെടില്ല, എന്നാലും മത്തി ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ മത്തി വെക്കണ്ട, ചെറിയ മത്തി. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഉള്ളിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഉലുവ നന്നായിട്ട് പൊട്ടിയതിന് ശേഷം കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഇപ്പം എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളിയില്ല, ചെറിയ ഉള്ളി ഉള്ളവരാണെങ്കിൽ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്താൽ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല ചുവയായിരിക്കും. കാരണം വെളിച്ചെണ്ണയിൽ ഉള്ളി പോകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ചെറിയ ഉള്ളിക്ക് പകരം വലിയ ഉള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് കുറച്ച് നന്നായിട്ട് വാടട്ടെ. അപ്പോൾ നമ്മളെ ഉള്ളിയുടെ നന്നായിട്ട് വാടിയിട്ടുണ്ട്, ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിന് ശേഷം നമുക്ക് തക്കാളിയല്ല ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകാണ് ഞാൻ ചേർക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ വെളുത്തുള്ളി ഇടുന്നില്ല, ഇഞ്ചിയും പച്ചമുളകാണ് ചേർക്കുന്നത്. ചിലവർ വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുക, ഞാനും വെളുത്തുള്ളി ഇടുന്നില്ല, ഇഞ്ചിയും പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഗ്യാസിൻ്റെ അടുത്താണെങ്കിൽ ചൂട് കൊണ്ട് നിൽക്കാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം മഴ നിൽക്കുമ്പോൾ നല്ല ചൂട് വരും. മഴയുള്ള സമയത്താണെങ്കിൽ മഴയും, മഴ നിൽക്കുന്ന സമയത്താണെങ്കിൽ നല്ല ചൂടും ആയതുകൊണ്ട് തീരെ നിൽക്കാൻ കഴിയില്ല. ഗ്യാസിൻ്റെ അടുത്ത് നിൽക്കാൻ കഴിയില്ല, പുറത്തും പോകാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ളൊരവസ്ഥയിലാണ് ഉള്ളത്.
അപ്പോൾ നമ്മൾ ഈ ഇട്ട് കൊടുത്ത സാധനമെല്ലാം നന്നായിട്ട് വാടിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നല്ലോണം വെന്തതിന് ശേഷം ബാക്കിയുള്ള സാധനം ചേർത്ത് കൊടുക്കാം. മത്തി മുറിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ട്. കാര്യം എന്ന് പറഞ്ഞാൽ പണ്ടുള്ളവരെല്ലാം ഉമ്മമ്മമാരായാലും അമ്മമ്മമാരായാലും പണ്ടുള്ളവർ കഷ്ടപ്പെട്ട് മെനക്കെട്ട് അരിയെ കത്തി വെച്ചിട്ട് ഇരുന്നിട്ട് മുറിച്ചെടുക്കുകയാണ്. നമ്മളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കത്രിക വെച്ചിട്ട് മുറിക്കുന്നതാണല്ലോ. അതുകൊണ്ട് ഇപ്പോൾ അരിയെ കത്തിയൊന്നും ഇടയിൽ കാണാൻ തന്നെ ഇല്ല. കത്രിക വെച്ചിട്ട് മുറിക്കുന്നതായതുകൊണ്ട് കുറേ സമയമെടുത്ത് നിന്ന് മുറിച്ച് അതിന് ശേഷമാണ് ഇപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ട് മുറിച്ചാലും വെച്ചാൽ നല്ല ടേസ്റ്റുള്ള സാധനമായതുകൊണ്ടാണ് ഞാൻ മെനക്കെട്ട് വെക്കാമെന്ന് വിചാരിച്ചത്. അപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇടയിൽ കുഞ്ഞിമത്തിയൊന്നും കാണുന്നില്ല. പക്ഷേ ഇപ്പോൾ 2 ദിവസമായി നന്നായിട്ട് ഇങ്ങനെ കുഞ്ഞിമത്തി കാണുന്നു. അതിന് മുമ്പേ അയില തന്നെയാണ് ഒരു സീസണിൽ. അപ്പോൾ അത് കഴിഞ്ഞിപ്പോൾ കുഞ്ഞിമത്തി കയറിയിട്ടുണ്ട്. അതിനിപ്പോൾ കുഞ്ഞിമത്തി ഇങ്ങനെ നമുക്ക് പല വിധത്തിലായിട്ട് വെക്കാം, തയ്യാറാക്കാം. എങ്ങനെ വെച്ചാലും ടേസ്റ്റ് ഉണ്ടാവും. കുഞ്ഞിമത്തിയാണല്ലോ. വലിയ മത്തിയാകുമ്പോൾ കുട്ടികൾക്കൊന്നും കൊടുക്കാൻ പറ്റില്ല, മുള്ള ഇറക്കുകയും ചെയ്യും. അതുകൊണ്ടായിരിക്കും കൊടുക്കാനും പറ്റില്ല. അവർക്ക് തിന്നാനും വിഷമമായിരിക്കും കഴിക്കാനും. ഈ ഉള്ളി തക്കാളിയും പച്ചമുളകും ഇവിടെ നന്നായിട്ട് വാടിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മാത്രം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ഇത് വാടിക്കിട്ടിയിട്ടുണ്ട്, നല്ല രീതിയിൽ വാടിക്കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ആവശ്യത്തിന് മല്ലി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2-3 സ്പൂൺ മല്ലി ഇടാം. കാരണം മത്തി ഉണ്ടല്ലോ, ആവശ്യത്തിന് നല്ലോണം ഉണ്ടല്ലോ. അതുകൊണ്ട് 3 സ്പൂണ് മല്ലി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 3 സ്പൂൺ മുളകും ഇട്ട് കൊടുക്കാം. മുളകിന് കുറച്ച് എരിവുണ്ട്. കാശ്മീര മുളകാന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ്. പക്ഷേ കാശ്മീര മുളകൊന്നും ഇപ്പോൾ പഴയതുപോലെയല്ല. കാശ്മീര മുളകിനായാലും നല്ല എരിവുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് കാശ്മീര മുളക് വാങ്ങിച്ചു കഴിഞ്ഞാൽ എരിവുണ്ടാവില്ല, കളറേ ഉണ്ടാവും. ഇപ്പോൾ കാശ്മീര മുളക് വാങ്ങിച്ചു കഴിഞ്ഞാൽ എരിവും കളറും എല്ലാം കൂടി ഓവറായി പോകുന്നു. അതുകൊണ്ട് ഇതൊന്ന് നന്നായിട്ട് ഇനി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഓവറായിട്ട് ഇളക്കണ്ട. കാര്യം എന്ന് പറഞ്ഞാൽ അന്നേരം വറുത്തരച്ച കറി മാതിരി ഉണ്ടാകാൻ ഓവറായിട്ട് ഇളക്കിയാൽ. അതുകൊണ്ട് ആവശ്യത്തിന് കുറച്ച് മാത്രം നമുക്ക് ഇളക്കിയതിന് ശേഷം പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്ത് പുളിവെള്ളമാണ് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിത് അരിച്ച് വെച്ചതാണ്, നന്നായിട്ട് പിഴിഞ്ഞിട്ട് അരിച്ച് വെച്ചതാണ്. അപ്പോൾ അതെല്ലാം കൂടി ഇനി ഒന്ന് യോജിപ്പിച്ചിട്ട് എടുക്കാം. ഞാനിതിൻ്റെ അകത്ത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല. അപ്പോൾ മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ചെറിയ സ്പൂണിന് 1 സ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് ഫ്ലെയിമെല്ലാം കൂട്ടിയിട്ട് നന്നായിട്ട് തിളക്കട്ടെ. ഇത് തിളക്കുന്ന സമയത്ത് നമുക്ക് നമ്മൾ കഴുകി ഫ്രഷാക്കി വെച്ച മത്തി ഇതാ ഇവിടെ കിടക്കുന്നത്. നല്ല കഴുകി ഫ്രഷാക്കി വെച്ച മത്തിയുണ്ട് ഇവിടെ കിടക്കുന്നത്. അത് നമ്മളിപ്പോൾ എത്ര കഴുകിക്കഴിഞ്ഞാലും കളർ അങ്ങനെ ഉണ്ടാകാൻ. അപ്പോൾ ഇനിയിപ്പോൾ ഇത് തിളച്ച് വരാനാകുമ്പോൾ നമുക്ക് ഇതിനകത്ത് മത്തി ഇട്ട് കൊടുക്കാം. നല്ല കുഞ്ഞുമത്തി, ചറപറ കുഞ്ഞുമത്തിയാണ്. കുഞ്ഞുമത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. മുറിക്കുമ്പോൾ 2 കിലോനായാലും 3 കിലോനായാലും മുറിക്കുമ്പോൾ പിന്നെ അത്രയും ഉണ്ടാവും. മുറിച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇത് തേച്ചും വെക്കണ്ടെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എന്ന് പറഞ്ഞാൽ മുറിക്കുമ്പോഴത്തേക്ക് പിന്നെ അത്രയല്ലേ ഉള്ളൂ. 2 കിലോ മത്തിയിൽ നിന്ന് കുറച്ച് മത്തി ഞാൻ മാറ്റി വെച്ചിന്, ബാക്കിയുള്ള മത്തിയാണിത്. അപ്പോൾ ഇത് ഞാൻ മുഴുവനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. നമ്മളെ മത്തി ഇതാ നല്ല ചറവറ വീഴുന്നുണ്ട്. ആഹാ, സൂപ്പർ മത്തിയാ. ഞാൻ അധികം ഇളക്കിയിട്ട് പൊട്ടിക്കുന്നില്ല. ഇതിനാ നല്ല മത്തിയാണ്. ഇതിൻ്റെ അകത്ത് ഉപ്പിട്ടിട്ടില്ല, ഞാൻ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഫസ്റ്റേ ഉപ്പിടേണ്ട ആവശ്യമൊന്നുമില്ല, ചെറിയ മത്തി ആയതുകൊണ്ട് ഉപ്പ് പിടിക്കും, ഏട്ടയൊന്നുമല്ലല്ലോ. അപ്പം എന്ന് പറഞ്ഞാൽ മത്തിയിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന്. ഇനി പോരെങ്കിലും നോക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. അതും ഒന്ന് ഞെരടിയിട്ട് നല്ലോണം ഇട്ട് കൊടുത്താൽ അതിൻ്റെ സ്മെല്ല് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ തന്നെ അടിക്കും, അങ്ങനത്തെ സ്മെല്ലായിരിക്കും. നല്ല പച്ച കറിവേപ്പില ആയതുകൊണ്ട് നല്ല സ്മെല്ലടിക്കും. ഇപ്പം വെന്ത് വരുമ്പോൾ കുറച്ചുകൂടി നമുക്ക് അതിൻ്റെ ഇടയിൽ പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ലേശം പുളീൻ്റെ കുറവുണ്ട്, ലേശം കൂടി പുളിവെള്ളം ചേർത്ത് കൊടുക്കാം.
ഇനി ഇത് മൊത്തമായിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. വലിയ പാത്രത്തിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. കാര്യം എന്ന് പറഞ്ഞാൽ കുറേ മത്തിയുണ്ട്, അതുകൊണ്ട് വലിയ പാത്രത്തിൽ തന്നെ വായു വട്ടമുള്ള വീതിയുള്ള പാത്രത്തിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് എല്ലാം ഒന്ന് വെന്ത് വരട്ടെ, അതിന് ശേഷം ഞാൻ കാണിക്കാം. അപ്പം എൻ്റെ മത്തി മുളകിട്ട് സൂപ്പറായിട്ട് പൊള്ളിയായിട്ട് വെന്തിട്ടുണ്ട്, നല്ലോണം വറ്റി ഇതായിട്ടുണ്ട്, ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റുള്ളവർക്ക് അറിയാത്തവർക്ക് ഈ മത്തി ഉണ്ടാക്കുന്ന കാര്യം അറിയാത്തവർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യുക. അപ്പം നമുക്ക് നമ്മൾ മത്തി മുളകിട്ട് ഇടാം, പാത്രത്തിൽ കോരി വെക്കാം. ആഹാ, സൂപ്പർ പൊളിയായിട്ട്. ആഹാ, നോക്കിയാ മത്തി നോക്കിയതാ, മത്തി നല്ല അടിപൊളിയായിട്ടുണ്ട്, വെന്തിട്ട് വരണ്ടിട്ട് ഡ്രൈ ആയി നിന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഇനി ഒരു കാന്താരി കൂടി ഒന്ന് ഉടച്ചിട്ട് വീത്തിയാൽ ഉടച്ചിട്ടാൽ നല്ല സൂപ്പറായിരിക്കും. പിന്നെ അതിന് പുറമെ കുറച്ച് വെളിച്ചെണ്ണ നമുക്കിത് ഇറക്കി വെക്കാൻ പോകുമ്പോൾ ഒഴിച്ചാൽ അതും പൊളിയായിരിക്കും. കണ്ടില്ലേ? ആഹാ, നല്ല രീതിയിൽ വറ്റി വന്നിട്ടുണ്ട്. നമ്മൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ മത്തി മുളകിട്ടത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും നല്ല കട്ട സപ്പോർട്ട് വെക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരാം. ഓക്കെ, സി യു, വീണ്ടും കാണാം.